ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് വലിയൊരു കൃത്യമായ ഇടപെടൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗോവിന്ദചാമിയെ പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഈ ന്യൂസ് കിട്ടിയ ഉടനെ നമ്മൾ പരിസരമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിരുന്നു. ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. കിണറൊക്കെ സാധാരണ പോലെ തന്നെ ഉണ്ടായിരുന്നത്. ബാക്ക് സൈഡൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവർക്ക് ഒരു മെസ്സേജ് കിട്ടി, ഗോവിന്ദചാമിനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരും പോലീസ് എല്ലാവരും കൂടി ഓടി ആ ഭാഗത്തേക്ക് ഓടിപ്പോയി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ മെസ്സേജ് കിട്ടി അയാൾ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ പോയിരുന്നു, അങ്ങോട്ട് പോയിരുന്നു. തിരിച്ചാൽ വീണ്ടും അകനെ ഇവിടെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു സംശയം കൊണ്ട് അവിടെ പുറത്തുള്ള വാട്ടർ ടാങ്കോ അതെല്ലാം ഞങ്ങൾ നോക്കി ഒരു സംശയം കൊണ്ട് വീണ്ടും ഞാൻ തുറന്നിട്ട് ഉള്ളിൽ കയറിയതാണ്. കയറി ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ അവന് കയറിൽ തൂങ്ങിയിട്ട് നിൽക്കുന്നുണ്ട് വെള്ളത്തിൽ. അതായത് ഒരു കൊടും കുറ്റവാളിനെയാണ് താങ്കളുടെ സമയോചിതമായ ഇടപെടൽ. തീർച്ചയായിട്ടും. അപ്പോൾ അവൻ എന്നെ ഭീഷണിപ്പെടുത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ് മിണ്ടി കഴിഞ്ഞാൽ കുത്തി കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി മലയാളത്തിൽ തമിഴ് കലർന്ന മലയാളം. അതായത് ഈ ഇതൊക്കെ നെറ്റൊക്കെ മാറിയിരുന്നു, ഇത്ര പകുതി മാറിയിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന കിണർ തന്നെയാണ്? ഇത് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കിണർ തന്നെയാണ്. എങ്ങനെയായിരിക്കും ഈ ഇത്രയും വലിയ മതിലിന്? അതിപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക കഴിവായിരിക്കാം. അതിൽ കയറി ഇതിൽ ഷീറ്റിന്റെ മുകളിൽ ജമ്പ് ചെയ്തിട്ട് ചിലപ്പോൾ ആയിരിക്കും അങ്ങനെ താഴെ വന്നു. അപ്പോൾ ഇവിടെ ലോക്കാണ്, ഈ ഡോറ് ലോക്കാണ്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ഒരു വഴിയില്ല. ഈ തുറന്നെങ്കിലേ വരാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമേ തുറക്കാം? നമുക്ക് 1-2 പേർക്ക് അതിൻ്റെ ചാവി ഇടും. എൻ്റെ പോക്കറ്റ് ചാവി എൻ്റെ അടുത്തുണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം ആൾക്കാരാണ്. അപ്പോൾ ആ രീതി അതുകൊണ്ടായിരിക്കും അവൻ കിണറിലേക്ക് ഇറങ്ങി പിടിച്ചു നിന്നത്. എങ്ങനെയാണ് നിങ്ങൾ പോലീസിനെ അറിയിച്ചത്? പോലീസിന് ഇവിടെ നിന്ന് ഞാൻ ഒച്ചയിട്ട് ബഹളം വെച്ചപ്പോൾ ആൾക്കാർ വന്നു പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്ത് വസ്ത്രമൊക്കെ എന്തായിരുന്നു? ജയിൽ വസ്ത്രം തന്നെയാണ്? ജയിൽ വസ്ത്രമല്ല, പാൻ്റായിരുന്നു. മേലെ ഷർട്ടൊന്നുമില്ല, താടി വെച്ചിട്ടുള്ളതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഗോവിന്ദചാമി. ഇത്രയും ആൾക്കാർ തേടി മുമ്പേ ഇവനല്ലാതെ പിന്നെ ആരും ഇതിനകത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു? പേടിച്ചൊന്നുമില്ല? പേടിയൊന്നുമില്ല. ഞാൻ എക്സ് മിലിറ്ററിയാണ്. ആ ഒരു ധൈര്യം എനിക്ക് ഉണ്ട്. പക്ഷേ ഇതിന്റെ ഉള്ളിലൊരു കിണറുള്ളതൊന്നും പുള്ളി കരുതി വന്നൊന്നും ആയിരിക്കില്ല. അതൊരിക്കലും ഉണ്ടായിരിക്കില്ല. അത് വരാൻ ചാൻസ് ഇല്ല. അത് ഒരു പെട്ടെന്നുള്ള ഒരു ഇതായിരിക്കാം. ഏതായാലും വലിയ അഭിനന്ദനങ്ങൾ, താങ്കളാണത്. താങ്ക് യു.